നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ. ജിതിൻ വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. അറസ്റ്റ് ആരോപണ വിധേയരുടെ മൊഴിയെ തുടർന്ന്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിയമനത്തിൽ ഇടപെട്ട് സർക്കാർ പുതിയ ഉത്തരവിറക്കിയേക്കും. വിവാദമായ 20 നിയമനങ്ങളിൽ ഭേദഗതിക്ക് നീക്കം. ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണത്തിന് നിറവ്യത്യാസം. പരിശോധന നടത്തി തിരുവാഭരണ കമ്മീഷണർ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ ചോദ്യം ചെയ്യൽ നാളെ. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇന്ന് ഹാജരായി. മകളെ ഇന്നലെ ചോദ്യം ചെയ്ത് ED. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂയിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. തുറന്നുപറച്ചിലുമായി മുൻ മന്ത്രി. വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിൽ പാളിച്ച. സ്വർണ്ണക്കൊള്ളയിൽ നടപടി വൈകിയത് വീഴ്ച. വികസനം വോട്ടാകുമെന്ന നിഗമനം പിഴച്ചെന്നും P. രാജീവ്. സധൈര്യം ചോദ്യമുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് CPI സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാനത്ത് ഇതുവരെ 5 ഷിഗല്ല മരണമെന്ന് ആരോഗ്യമന്ത്രി. റിപ്പോർട്ട് ചെയ്തത് 70 ഷിഗല്ല കേസുകൾ. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നും K. മുരളീധരൻ. നിപയുടെ ഉറവിടം കണ്ടെത്താനായില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ. 3 നിഗമനങ്ങളിൽ പരിശോധനയെന്നും MS മാധവിക്കുട്ടി. നിയമ പോരാട്ടവുമായി മമത. ഭവാനിപൂരിലെ തോൽവി ചോദ്യം ചെയ്ത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി. വോട്ടെണ്ണൽ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. TMCക്ക് പിന്നാലെ ശിവസേനയിലും വിമത നീക്കം. ഉദ്ധവ് പക്ഷം വിടാനൊരുങ്ങി 16 MLA-മാരും 6 MP-മാരും. ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. നടപടി 21-ന് നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോരാതിരിക്കാൻ. നിയന്ത്രണം 22 വരെ. 30-ാം തീയതി വരെ മെസ്സേജ് എഡിറ്റിംഗും പറ്റില്ല. ചില ടെലിഗ്രാം ചാനലുകൾ നീക്കം ചെയ്തും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം. നടപടി സ്വാഗതം ചെയ്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കയ്യും വീശി ചെന്നാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇനി കഫ് സിറപ്പ് കിട്ടില്ല. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി. കെ ഷെഡ്യൂൾ മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അമിത ഉപയോഗം തടയാനുള്ള നടപടിയെന്ന് വിശദീകരണം. പോലീസിനെതിരെ അൻസിബ. പ്രാഥമിക അന്വേഷണം പ്രഹസനം. പ്രതികളെ രക്ഷിക്കാൻ ബോധപൂർവ്വ നീക്കങ്ങളെന്ന് നടി. ടിനിയുടെ മൊഴിയെടുത്ത് FIR ഇടാതെയെന്നും ആരോപണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മൊഴി നൽകി ടിനി ടോം. വെള്ളിയാഴ്ച അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഒപ്പിടാനിരിക്കെ അവസാന നിമിഷം ഇടഞ്ഞ് ഇസ്രയേൽ. വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ലെന്ന് വാദം. ലബനനിൽ നിന്ന് സേനയെ പിൻവലിക്കില്ല. ഹോർമൂസിലെ ടോൾ പിരിവ് തുടരുമെന്ന് ഇറാൻ. നാവിക ഉപരോധം നീക്കിയെങ്കിലും കപ്പൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങളെടുക്കും. ലോകകപ്പിൽ ഇതിഹാസങ്ങൾ കളത്തിൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന അൾജീരിയയെ നേരിടും. ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിന് കോങ്കോ എതിരാളി. ഫ്രാൻസ് സെനഗൽ മത്സരം രാത്രി 12:30-ന്. വാർത്തകൾ വിശദമായി നോക്കാം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റ്. ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരിൽ ഒരാളുമാണ് ജിതിൻ ഭാസ്കർ. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോഴത്തെ ജിതിൻ ഭാസ്കർ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്നാണ് ആരോപണ വിധേയർ നൽകിയിട്ടുള്ള മൊഴി. അപ്പോൾ ഇതിന് പിന്നിൽ ഇനി കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ജിതിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാകുമായിരിക്കും അല്ലേ? തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് വടകര. അവിടെ CPM-ലെ KK ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ്, അതായത് പോളിംഗിൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ വിവാദമായ സ്ക്രീൻഷോട്ട് പരക്കുകയും ചെയ്ത്. ഇതേ തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ആദ്യ ഭാഗത്ത് ആരോപണം ഉയർന്നത് MSF നേതാവായ മുഹമ്മദ് കാസിം എന്നയാളാണ് ഈ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വെച്ചുള്ള ഒരു ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം ഉണ്ടായത് എന്ന വിലയിരുത്തലായിരുന്നു. പിന്നീട് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഫോണും മറ്റും വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഖാസിമിന് ഇക്കാര്യത്തിൽ പങ്കില്ല, ഇത് പൂർണ്ണമായും വ്യാജമായും സൃഷ്ടിച്ച ഒരു സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അന്വേഷണം ഒടുവിൽ ഡിവൈഎഫ്ഐ നേതാക്കളായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ് അതുൽ എന്നിവരിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ഈ 3 പേരിലേക്ക് എത്തിയ ശേഷം റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോലീസ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ഈ കേസന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനു പിന്നാലെയാണ് കേരളത്തിൽ ഭരണം മാറുകയും UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ നിവേദനത്തിന്മേൽ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചു. ഈ സംഘം നടത്തിയ അന്വേഷണത്തിൽ ആദ്യം തന്നെ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ് അതുൽ തുടങ്ങിയവരെ ചോദ്യം ചെയ്തു. ഇവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി വടകര ആസ്ഥാനമായുള്ള വടകര സ്ക്വാഡ് എന്ന ഇടത് സഹയാത്രികർ അല്ലെങ്കിൽ DYFI നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഉൾപ്പെടുന്ന വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. മനീഷ് അതുൽ എന്നിവരും സമാനമായ മൊഴി തന്നെയാണ് നൽകിയത്. ഇതിനുശേഷമാണ് ഈ ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് ആരാണെന്നുള്ള അന്വേഷണം നടന്നത്. ഇതിൽ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം, DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും ഒപ്പം വടകര സ്ക്വാഡിൻ്റെ അഡ്മിന്മാരിൽ ഒരാളുമായ ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണം എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജിതിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. എവിടെ നിന്നാണ് എന്നാൽ ഇത്തരമൊരു സ്ക്രീൻഷോട്ട് തനിക്ക് ലഭിച്ചതെന്ന കൃത്യമായ മറുപടി പറയാൻ ജിതിൻ ഭാസ്കറിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ മൊഴി നൽകിയ നേതാക്കളുടെ ഒരു ആരോപണവും ജിതിൻ ഭാസ്കറിന് നേരെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോണുകളും മറ്റുമൊക്കെ നേരത്തെ നൽകിയിരുന്നു. അതിൻ്റെ ഫലങ്ങളും വൈകാതെ ലഭിക്കും. എന്തായാലും ജിതിൻ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എന്ന കൃത്യമായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് CPM-ന് അല്ലെങ്കിൽ DYFI അടക്കമുള്ള സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിരോധവുമായി അവർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനും നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള അല്ലെങ്കിൽ അവരെ കേസിൽപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നു എന്നൊക്കെ ആരോപിച്ച് DYFI രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ നടപടികൾക്കൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ UDF മറ്റുമൊക്കെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ CPM-ന് നേരെ നടത്തിയിരുന്നു. കാരണം കൃത്യമായ ഒരു സമുദായ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ UDF-ൻ്റെ വോട്ടുകൾ ചോർത്തുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന ആരോപണമാണ് UDF മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് നിലവിലെ അന്വേഷണം എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും എന്തൊക്കെയാണ് ജിതിൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്തതെന്നും എവിടെയാണ് കൃത്യമായി സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം എന്നത് സംബന്ധിച്ചും ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുദ്രാവാക്യം തിരിച്ചടിച്ചെന്ന് CPM. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധ്യമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവിന്റേതാണ് തുറന്നു പറച്ചിൽ. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുത്ത് പോകണമായിരുന്നുവെന്നും P. രാജീവ്. LDF വരും എല്ലാം ശരിയാകും എന്ന പ്രചരണവാക്യവുമായാണ് 2016 ഇടതുമുന്നണി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2021 എത്തുമ്പോൾ ഉറപ്പാണ് LDF ഭരണത്തിലേക്ക് LDF തിരിച്ചു വരുമെന്ന ഉറപ്പായിരുന്നു അന്ന് LDF പ്രചരണ മുദ്രാവാക്യമായി സ്ലോഗനായി മുന്നോട്ട് വച്ചത്. 2 തവണയും വലിയ വിജയം LDF മുന്നണിക്ക് ഉണ്ടായി. 2021 സർക്കാർ തിരിച്ചു അധികാരത്തിൽ തുടർന്നു. അത് ഒരു ചരിത്ര സംഭവമായി. പക്ഷേ 2026 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണ് ഇടതുമുന്നണി മുന്നോട്ട് വച്ചത്. അത് തിരിച്ചടിയായെന്ന സ്വയം വിമർശനമാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് അംഗീകരിച്ചെങ്കിലും അത് പുറത്തു പറയാൻ CPM തയ്യാറായിരുന്നില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ P. രാജീവ് മലപ്പുറത്ത് നടന്ന EMS-ഉം ലോകവും എന്ന സെമിനാറിലാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഈ മുദ്രാവാക്യം തിരിച്ചടിച്ചു എന്ന് പറയുന്നതിന് പകരം അത് ജനങ്ങൾക്ക് തെറ്റായ ബോധ്യമുണ്ടാക്കി എന്നാണ് രാജീവ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് തുറന്നു പറയുന്നത്, തെറ്റ് ഏറ്റുപറയുന്നത്. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്.
LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ഇടതുമുന്നണി മുന്നോട്ട് വച്ചപ്പോൾ തന്നെ UDF ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. ഇത് അഹങ്കാരം നിറഞ്ഞ പ്രതികരണമാണ്, അമിത ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളെ വിശ്വസിക്കാതെ തങ്ങൾക്ക് അധികാരം തുടരാൻ കഴിയില്ല LDFന്. എന്നാൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അധികാര സ്വരം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുന്നോട്ട് പോകുന്ന LDFന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് അന്ന് തന്നെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി UDF ഇത് ഏറ്റെടുത്ത് വിമർശിച്ചിരുന്നു. പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയ ചിത്രങ്ങളാണ്, ഹോർഡിങ്സുകളാണ് ഈ മുദ്രാവാക്യത്തിനൊപ്പം സംസ്ഥാനത്തുടനീളം അന്ന് ഇടതുമുന്നണി പ്രചരണത്തിനായി സ്ഥാപിച്ചത്. അതും തിരിച്ചടിയായെന്ന് CPM സമ്മതിക്കുന്നു. പക്ഷേ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഒരിടത്തുമില്ല. പകരം കൂട്ടുത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നാണ് CPM സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് UDF ആണ്, അതിൽ ഒരുപക്ഷെ അവർ വിജയിച്ചിട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് പൂർണ്ണ സംരക്ഷണം തീർക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഈ മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. 98-ൽ അന്നത്തെ വാജ്പേയി സർക്കാർ ഷൈനിങ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിന് സമാനമായ വലിയ ഹോർഡിങ്സുകൾ രാജ്യത്തുടനീളം വച്ചിരുന്നു. അതേപോലെ തിരിച്ചടിയാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിനും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും CPM അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഭയമില്ലാതെ പാർട്ടിയിൽ ചോദ്യം ചോദിക്കാൻ CPM CPI പ്രവർത്തകർക്കാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചോദ്യങ്ങളിൽ പരിസ്ഥിതിയും ലിംഗസമത്വവും ഉണ്ടാകണം. ഇടക്കാലത്ത് മാർക്സിസ്റ്റ് പദാവലികളിൽ നിന്ന് അതെല്ലാം മാറിപ്പോയി. താനത് പറയാൻ ശ്രമിച്ചപ്പോൾ കല്ലേറ് കൊണ്ടു. പരിസ്ഥിതിയെ മറക്കുന്ന മാർക്സിസം അല്ലെന്നും CPIM സംഘടിപ്പിച്ച EMS സ്മൃതി പരിപാടിയിൽ ബിനോയ് വിശ്വം. ആ ചർച്ച നല്ലതാണ്. ആ ചർച്ചകളെല്ലാം ആത്യന്തികഫലമെന്താണ്? ആത്യന്തികഫലം മുന്നോട്ട് പോകുന്ന വഴിയെപ്പറ്റിയുള്ള വ്യക്തതയാണ്. ആ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ഭയപ്പാട് കൂടാതെ സങ്കോചങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കപ്പെടേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കാനാകണം. അത് താത്വികമാണ്, ആശയപരമാണ്, രാഷ്ട്രീയമാണ്, സാംസ്കാരികമാണ്. അതിനകത്ത് പരിസ്ഥിതി ഗൗരവമായ ഒന്നാണ്. പരിസ്ഥിതിയെ മറക്കുന്ന മാർക്സിസമല്ല, പ്രകൃതിയെ മറക്കുന്ന വികസനമല്ല. എല്ലാ വികസനത്തിന്റെയും അടിയിൽ ഈ കാഴ്ചപ്പാട് വേണം. പ്രകൃതി അതില്ലെങ്കിൽ എല്ലാ വികസനവും തകർന്നു വീഴും. നാം കെട്ടിപ്പൊക്കിയതല്ല, നാം കുന്നുകൂട്ടിയ സമ്പത്തല്ല, ആ സമ്പത്തെല്ലാം തകർന്നു മറിഞ്ഞു പോകും. ഭൂമി പതുക്കി ഒന്ന് കാണിച്ചാൽ മതി. പത്മകുമാറിന് മുന്നിൽ വിപ്ലവ രാഷ്ട്രീയ പാർട്ടി കുമ്പിട്ട് നിൽക്കുന്നുവെന്ന് പഴകുളം മധു MLA. പാർട്ടി പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ ഭയക്കുന്നു. ദൈവതുല്യൻ പാർട്ടിയിലെ ഉന്നതൻ തന്നെയാകാൻ സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ള CPMലെ വലിയ ഗൂഢാലോചനയുടെ ഭാഗം. പത്മകുമാർ പൊട്ടിക്കുമെന്ന് പറയുന്ന ബോംബ് ഭയന്നാണ് തലോടൽ നടപടി. സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ സ്കാം ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ദൈവതുല്യൻ ആരെന്ന് പത്മകുമാർ പറയണമെന്നും പഴകുളം മധു. പത്മകുമാറിന്റെ മുമ്പിൽ ഇന്ത്യയിലെ ഒരു വലിയ വിപ്ലവ രാഷ്ട്രീയ പാർട്ടി കുമ്പിട്ട് നിൽക്കുന്നത് ഗുരുതരമായ പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തലുകളെ ഭയന്നാണ്. CPM നേരിട്ട് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു 2026 തെരഞ്ഞെടുപ്പ്. ആ ഘട്ടത്തിൽ പോലും പാർട്ടി അണികളുടെയോ ജനങ്ങളുടെയോ വിശ്വാസികളുടെയോ വികാരം മാനിക്കാൻ തയ്യാറാകാതെ പത്മകുമാറിനെ ചിറകിനടിയിൽ സംരക്ഷിച്ച പാർട്ടിയാണ് CPM. എന്തിനാണ് പൊടുന്നനെ ഇപ്പോൾ പത്മകുമാറിനെതിരായി CPM പാർട്ടി പേരിനാണെങ്കിലും ഒരു സസ്പെൻഷൻ നടത്താൻ കാരണം? പത്മകുമാർ പൊട്ടിക്കും എന്ന് പറയുന്ന ബോംബ് ഭയന്നാണ് CPM പത്മകുമാറിനെതിരായിട്ട് ഒരു തലോടൽ നടപടി, ഒരു ലേപനമാണ്, ഒരു തൈലം പുരട്ടി സുഖിപ്പിക്കുന്ന പ്രതീതിയിലുള്ള നടപടിയാണ് CPM എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ആ നടപടി എടുത്തത്? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, ശ്രീ പത്മകുമാർ ദേവസ്വം ബോർഡായിരുന്ന പ്രസിഡൻ്റായിരുന്ന കാലത്ത് യുവതി പ്രവേശം മാത്രമല്ല, സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ സ്കാം ശബരിമല കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ നിർണായക ഭേദഗതിക്കൊരുങ്ങി സർക്കാർ. കെ ജയകുമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് തർക്കങ്ങൾ പരിഹരിക്കാൻ പുതിയ ഉത്തരവിറക്കുമെന്ന സൂചന ലഭിക്കുന്നത്. വിവാദമായ 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്താനാണ് നിലവിലെ തീരുമാനം. ചില തസ്തികകളിൽ വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും ക്ലിയറൻസ് ലഭിക്കാത്തവരെ തൽക്കാലം പരിഗണിച്ചിട്ടില്ല. നേരത്തെ പുറത്തിറക്കിയ ഉത്തരവ് ഇതിനോടകം തന്നെ പുനഃപരിശോധിച്ചു കഴിഞ്ഞു. ഒരു 20 പോസ്റ്റുകൾ, 20 നിയമനങ്ങൾ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ ഭേദഗതി എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റിംഗ് ആണല്ലോ. ഒരു പോസ്റ്റിങ്ങിൽ ഒരാൾ ഡിസ്റ്റർബ് ചെയ്താൽ അതിൻ്റെ ട്രാൻസ്ഫർ അങ്ങോട്ടോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫറുകൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും പരമാവധി അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർ ചോദിച്ച മുൻഗണനകൾ പരിഗണിച്ചിട്ടൊക്കെ എവിടെയെല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചില പോസ്റ്റുകളിലൊക്കെ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടതാണ്. അത് അങ്ങനെയുള്ളവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിജിലൻസ് ക്ലിയറൻസ് കിട്ടാത്തവരെയൊന്നും പരിഗണിച്ചിട്ടില്ല. ചില ക്ഷേത്രങ്ങളിൽ, പ്രധാന ക്ഷേത്രങ്ങളിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് ഞങ്ങൾ ഈ 20 നിയമനങ്ങൾ ഈ പറഞ്ഞ പരാതികളുടെയും അല്ലെങ്കിൽ ആവശ്യങ്ങളുടെയും. ചിലർക്ക് ചില പോസ്റ്റിംഗ് വേണ്ട, ചില പോസ്റ്റിംഗ് നമ്മൾ കൊടുത്തത് അവർ ചോദിച്ചതായിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ കുടുംബ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴേ ഒരു മാറ്റുമ്പോൾ എല്ലാം ഒത്തുവരണ്ടേ. അങ്ങനെ 20 മാറ്റങ്ങൾ വരുത്തി ഓർഡർ ഇപ്പോൾ പുറത്തിറങ്ങും. ഓർഡർ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പേരുകളിലേക്ക് കടക്കാം. ഇപ്പം ഞങ്ങളൊന്നും പേരുകളൊന്നും പറയുന്നില്ല. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം. എന്തോ ദ്രാവകം ഒഴിച്ചതെന്നാണ് സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധന നടത്തി. നെയ്യാണ് ഒഴിച്ചതെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് നിപ സാഹചര്യം പ്രതിരോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മറ്റു വകുപ്പുകളുടെ ഏകോപനത്തിലാകും പ്രതിരോധം. നിലവിൽ ചികിത്സയിലുള്ളത് ഒരാൾ മാത്രം. 38 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 37 നെഗറ്റീവാണ്. ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ പേഷ്യൻ്റായി അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അതായത് 38ൽ 37 കേസുകളും നെഗറ്റീവാണ്. അപ്പോൾ ഈ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ സംഖ്യ ഇത്തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതൽ 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണം പാളി. പകർച്ചവ്യാധി മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിക്കും. ഇതിനായി ഹൈപവർ കമ്മിറ്റി പ്രവർത്തിക്കുമെന്നും ടോട്ടൽ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. അതിലൊരു മരണം മാർച്ചിലായിരുന്നു. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ. പകർച്ചവ്യാധികളുടെ സംഖ്യ ഇത്തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈപവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. നിപയുടെ ഉറവിടം വ്യക്തമായിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. 3 സംശയങ്ങളാണ് നിലവിലുള്ളത്. ഈ 3 ഉറവിടങ്ങളിൽ എവിടെ നിന്നാണ് രോഗം വന്നതെന്ന് പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട് നിപ കേസുകൾ ആവർത്തിച്ചു വരാനുള്ള കാരണം കാടുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാകാമെന്ന് കളക്ടർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കുറച്ചും കൂടി കാടുകളുമായിട്ട് പ്രോക്സിമിറ്റി നമുക്ക് കൂടുതലുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വൾണറബിലിറ്റി കൂടുതലാണ്. നമ്മൾ ആദ്യമേ കോഴിക്കോട് മാത്രം ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു നിപ്പ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് കൂടുതൽ മലപ്പുറം ജില്ലയിൽ കാണാൻ തുടങ്ങി. ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്. അപ്പം കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഈ സ്പ്രെഡ് വരുന്നത്. മാത്രമല്ല ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ട്. കൃത്യമായിട്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണെന്നുള്ളത് ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവും. കൃത്യമായിട്ട് ഹോസ്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗോഡൌണിൽ ആവാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഗോഡൌണിൽ പരിശോധിച്ചിരുന്നു. ഗോഡൌണിൽ പക്ഷേ ബാക്ക് ഡ്രോപ്പിംഗ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഈ സപ്പോട്ട മരത്തിൽ നിന്ന്, അവരുടെ വീട്ടിലുള്ള സപ്പോട്ട മരത്തിലെ ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതും നമുക്കറിയില്ല. മൂന്നാമത് നമ്മൾ മറ്റൊരു തിയറി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മരപ്പട്ടീൻ്റെ ഒരു ചത്ത മരപ്പട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണോ എന്നുള്ളതും അറിയില്ല. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഹോസ്റ്റുകളാവാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ്. അപ്പം കൃത്യമായിട്ട് ഇതിൽ ഏതിൽ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ കരസേന കേവലം ഒരു സായുധ സേന മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പര്യായം കൂടിയാണ്. ഒരു സൈനികന്റെ യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മൂർത്തമായ പ്രതീകമാണ്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ സിരകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചില നിഴലുകളും ആചാരങ്ങളും അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തികച്ചും ഭാരതീയമായ ഒരു സ്വത്വത്തിലേക്ക് മാറാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 174 പേജുകളുള്ള ആർമി യൂണിഫോംസ് 2026 എന്ന പുതിയ സമഗ്ര മാർഗരേഖയിലൂടെ സൈന്യത്തിന്റെ വസ്ത്രധാരണത്തിലും വ്യക്തിഗത ചിട്ടകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന രീതികൾ ഉടച്ചു വാർത്തുകൊണ്ട് രാജ്യത്തിന്റെ സമകാലിക മൂല്യങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഈ പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു വസ്ത്രമാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു സാംസ്കാരിക നവീകരണമാണ്. പുതിയ ഡ്രസ് കോഡ് പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ബാൻഡി ജാക്കറ്റ് അഥവാ അടഞ്ഞ കഴുത്തുള്ള കോട്ടുകൾ ധരിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. പാശ്ചാത്യ ശൈലിയിലുള്ള സ്യൂട്ടുകൾക്ക് പകരം പൂർണ്ണ കൈയുള്ള ഷർട്ടുകൾക്ക് മുകളിൽ ധരിക്കാൻ കഴിയുന്ന ഈ ജാക്കറ്റുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്. കഴുത്തിൽ ഹുക്കുള്ളതോ ഇല്ലാത്തതോ ആയ ശൈലികൾ ഇതിനായി തിരഞ്ഞെടുക്കാം. എന്നാൽ സൈനിക ഗാംഭീര്യത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇവ കടും നിറങ്ങളല്ലാത്ത വളരെ ലളിതമായ നിറങ്ങളിൽ ഉള്ളതായിരിക്കണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങളിലും പ്രായോഗികവും ശ്രദ്ധേയവുമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ റാങ്കുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്കായി ഡ്രസ് 3B എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പുതിയ ശൈത്യകാല വസ്ത്രം അവതരിപ്പിച്ചു. അങ്കോള ഷർട്ട്, ബാറ്റിൽ ജാക്കറ്റ്, ബെററ്റ് തൊപ്പി എന്നിവയടങ്ങുന്നതാണ് ഈ പുതിയ യൂണിഫോം. നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ജേഴ്സി അടിസ്ഥാനമാക്കിയുള്ള ശൈത്യകാല വസ്ത്രമായ ഡ്രസ് 3Aയ്ക്ക് പകരമായാണ് ഇത് വരുന്നത്. 2029 ജൂൺ മാസത്തോടെ പഴയ യൂണിഫോം പൂർണ്ണമായും പിൻവലിച്ച് ബാറ്റിൽ ജാക്കറ്റുകൾ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഡ്രസ് കോഡ് പ്രാബല്യത്തിൽ. കേസിൽ പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് വെറും പ്രഹസനമാണെന്ന കടുത്ത വിമർശനവുമായി നടി അൻസിബ രംഗത്തെത്തിയിരിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതിയുടെ മൊഴിയെടുക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് പരാതിക്കാരിക്ക് നൽകണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്ന് അൻസിബ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഇപ്പോൾ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവുമായി അൻസിബ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതിയുടെ മൊഴിയെടുക്കുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വരുമ്പോൾ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. അനുശ്രീ, മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ടാഗ് ചെയ്തുകൊണ്ടാണ് അൻസിബ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ നീതിയുടെ കിരണം കാത്ത് ഇനിയും എത്ര നാൾ എന്ന ചോദ്യ ചിഹ്നത്തോടു കൂടിയുള്ളൊരു ചോദ്യം ആദ്യം അൻസിബ ഉന്നയിക്കുന്നു. പിന്നീട് താൻ നേരിടാൻ പോകുന്ന ഈ ഒരു അനീതി, അല്ലെങ്കിൽ താൻ ഒരു നിയമ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് എതിരായി, അതായത് ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയാണ് അവർക്കുള്ളതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലും തനിക്ക് അനീതി ഉണ്ടായി എന്ന രൂക്ഷമായ വിമർശനവും അൻസിബ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര ACP ഈ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് കമ്മീഷണർ കൈമാറിയത്. അതിനു മുൻപ് തന്നെ ഒരു പരാതിക്കാരി എന്ന നിലയിൽ തന്നെ കൂടി അറിയിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പോലും അട്ടിമറിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു FIR പോലും ഇടാതെ പരാതിക്കാരുടെ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നത്, സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുകൂടി അൻസിബ പറയുന്നു. ഈ പരാതി എന്ന പേരിൽ നടക്കുന്നത് പ്രഹസനമാണെന്നും തനിക്ക് ഇതുവരേക്കും നീതി കിട്ടിയില്ലെന്നും പക്ഷേ താൻ നിയമ പോരാട്ടം തുടരും എന്നുകൂടി ഹൻസിബ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അൻസിബ ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ടിനി ടോമിൻ്റെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ടിനി ടോമിൻ്റെയും ശ്വേതാ മേനോൻ്റെയും നീന കുറുപ്പിൻ്റെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ ശ്വേതാ മേനോനും ടിനി ടോമും ഒക്കെ പറയുന്നത് ഈ പരാതിക്ക് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത്തരത്തിലുള്ളൊരു ആരോപണങ്ങളൊന്നും താൻ കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ്. നാളെയാണ് ഇതിൽ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ
അൻസിബയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഏറെ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ പേരിൽ നടക്കുന്നത് പ്രഹസനം എന്നാണ് അൻസിബ പറയുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു ആരോപണ വിധേയരായിട്ടിരിക്കുന്ന ആളുകളുടെ കൂടി മൊഴി പോലീസിന് എടുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് അൻസിബ ഇവിടെ ഉന്നയിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ജയ കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ശരണസ് കർത്തയെയും ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയുടെ മകളെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. നാളെയാണ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുക. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്നാണ് പരാതി. കെ അനുരാഗിനെതിരെ പരാതി നൽകിയത് SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടി. CPM ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. അനുരാഗിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. വെള്ളാപ്പള്ളിക്ക് P ശശിയുടെ വക്കീൽ നോട്ടീസ്. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. തന്നെ തേജോവധം ചെയ്യാൻ ദുരുദ്ദേശത്തോടെ വെള്ളാപ്പള്ളി സംസാരിച്ചുവെന്നാണ് P ശശിയുടെ ആരോപണം. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. CPIMന്റെ അന്തകനായത് P ശശി എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ലോകകപ്പ് ആവേശം. ലോകകപ്പിലെ 3 ഗ്ലാമർ ടീമുകൾ നാളെ കളത്തിൽ. അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ ടീമുകളാണ് കളിക്കാനിറങ്ങുന്നത്. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് സെനഗലിനെ നേരിടും. 2002 ഫ്രാൻസിനെ 1-0 അട്ടിമറിച്ചാണ് ലോകകപ്പ് യാത്രയ്ക്ക് സെനഗൽ തുടക്കമിട്ടത്. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ഇറാഖ് നോർവേയുമായി ഏറ്റുമുട്ടും. രാവിലെ 6:30 ആരാധകർ കാത്തിരിക്കുന്ന അർജന്റീന അൾജീരിയ പോരാട്ടം. കാൻസാസ് സിറ്റിയിലാണ് അർജന്റീന ലോകകപ്പിന് തുടക്കമിടുന്നത്. നാളെ രാത്രി 10:30 പോർച്ചുഗൽ കോങ്കോയെ നേരിടും. ഇതിഹാസങ്ങൾ ലോകവേദിയിൽ പന്ത് തട്ടാൻ ഇറങ്ങുകയാണ് നാളെ. ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് നാളെയാണ് ആദ്യ മത്സരം. അർജന്റീനയുടെ മത്സരം രാവിലെ 6:30 പോർച്ചുഗലിന്റെ പോരാട്ടം രാത്രി 10:00 കാണാം. ഇനിയാണ് ഫുൾ പവർ. കാർണിവലിന് ഇവിടെയാണ് തുടക്കം. മെസ്സിയും റൊണാൾഡോയും അവതരിക്കുകയാണ് വിശ്വവേദിയിൽ. മെസ്സിക്ക് വേണ്ടി കിരീടം എന്ന സമ്മർദ്ദമില്ലാതെ കളിക്കാം അർജന്റീനയ്ക്ക് എന്നത് ശരി തന്നെ. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരെന്ന ലേബലിൽ ഇറങ്ങുമ്പോൾ മികവ് തുടർന്നേ മതിയാകും. അൾജീരിയയെ ചെറുമീനായി അർജന്റീന കണ്ടാൽ ആൽബി സെലസ്റ്റെ നിന്നു വിയർക്കും. സന്നാഹ മത്സരത്തിൽ നെതർലൻഡ്സിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് അൾജീരിയയുടെ വരവ്. മെസ്സിയുടെ മാന്ത്രിക സ്പർശങ്ങൾ തന്നെ അർജന്റീനയുടെ ഊർജ്ജ സംഭരണി. തുടരാക്രമണങ്ങളിൽ പ്രതിരോധം മറന്നുപോകുന്ന അൾജീരിയയുടെ ഗോൾ വലയിൽ വൻ നിക്ഷേപം കൊതിക്കുന്നുണ്ട് ലൗതാരോയും അൽമാഡയും എൻസോയുമെല്ലാം. ഫ്രഞ്ച് ഇതിഹാസം സിനദീൻ സിദാന്റെ മകൻ ലൂക്ക സിദാനാണ് അൾജീരിയയുടെ ഗോൾ കീപ്പർ. നായകൻ റിയാദ് മെഹ്റസും ഫോർവേഡ് മുഹമ്മദ് അമൂറയും അർജന്റീനയുടെ പ്രതിരോധത്തെ പരീക്ഷിക്കുമെന്നുറപ്പ്. മെസ്സിയെപ്പോലെ കടുപ്പമാകില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് പോർച്ചുഗലിന്റെ എതിരാളി. റൊണാൾഡോ എന്ന സൂപ്പർ താരത്തിന് പിന്നിൽ ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയും നെവസുമുണ്ട്. ഒപ്പമോടാൻ ബെർണാഡോ സിൽവയും നെറ്റോയും. പരിചയസമ്പന്നരാണ് പ്രതിരോധക്കാരും. വിശ്വവേദിയിൽ ഇത് 2ാം തവണയാണ് കോങ്കോ. 1974 സൈർ എന്ന പഴയ പേരിൽ കളിച്ചുവെങ്കിലും ഒരു ജയം പോലും നേടാതെ മടങ്ങി. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുമെന്നാണല്ലോ. നല്ല തുടക്കമിടട്ടെ മെസ്സിയും റൊണാൾഡോയും. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. വെള്ളി ഗ്രാമിന് 265 രൂപ, കിലോ 2,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ലൈവ് എക്സിക്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.